പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചില ടെക്നിക്സുകളുണ്ട്. അത് പറഞ്ഞുതരാമെന്ന് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് ചില ഗ്രൗണ്ടിങ് ടെക്നിക്സുകൾ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിങ് ടെക്നിക്സുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ആദ്യം ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇന്ന് നമുക്ക് ഈ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ എനർജീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമ്മളുടെ ആജ്ഞാചക്രം. ഈ ആജ്ഞാചക്രം എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ എനർജി എളുപ്പത്തിൽ ഡ്രെയിൻ ചെയ്തു പോകുന്ന ആളുകൾക്കുള്ളൂ കേട്ടോ ഈ വിഷയമൊക്കെ. പ്രത്യേകിച്ചും ഈ സ്പിരിച്വലി കുറച്ച് ഹയറിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ആജ്ഞാചക്രം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ചില സിമ്പിളായിട്ടുള്ള ടെക്നിക്സുകളുണ്ട്. ഒന്നാമത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് അജഗര എന്ന സാധനമാണ്. തിരുച്ചെന്തൂർ അമ്പലത്തിലെ പ്രസാദമാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരുച്ചെന്തൂർ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതൊരു നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമഷിയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. അത് അവിടെ പോവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഓൺലൈൻ സൈറ്റുകളുണ്ട്, ഇത് അയച്ചു തരുവരെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാം. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിനേക്ക് മുമ്പ് അല്പം ഈ സാധനം എടുത്തിട്ട് നിങ്ങളുടെ ഈ ആജ്ഞാചക്രത്തിൻ്റെ ഭാഗത്തായിട്ട് തൊട്ട് കൊടുക്കുക. ഇതൊരു എക്സലന്റ് റെമഡിയാണ്. ഇനി അതുപോലെയുള്ളൊരു വേറൊരു സാധനമാണ് ജവാദ്. ജവാദ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പുറമേ ഉള്ള കൂട് കാണാതെ പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയൊരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു പൊടി രൂപത്തിലാണ്. ഇത് പേസ്റ്റ് ആക്കിയിട്ട് പനിനീരിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ചാലിച്ചിട്ട് അത് തൊട്ടുക. അത് തൊട്ടിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും. ഇനി അതൊന്നുമില്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് വെച്ചോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അമ്പലത്തിൽ പോകുന്നവരല്ലേ, അവിടെ ഗണപതി ഹോമം നടത്തിയതിൻ്റെ പ്രസാദം ഉണ്ടാവും. അപ്പം നമ്മൾ ഗണപതി ഹോമം നടത്തിയാൽ നമുക്ക് ആ ഒരു കരിയുടെ ഒരു കരി പ്രസാദം കിട്ടുമല്ലോ, ആ പ്രസാദം മതി. അതും ബെസ്റ്റ് റെമഡിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതിട്ടിട്ട് പോകാൻ സാധിക്കുക. ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഈ ആജ്ഞാചക്രം നിങ്ങളുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കൂടുതൽ എനർജീസ് എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്, ഈ ആജ്ഞാ പോയിന്റ്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ അൺവാണ്ടഡ് എനർജീസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ട് പോകുന്നത് നല്ലതാണ്. ഇനി ദേവീഭക്തരാണെങ്കിൽ, നിങ്ങൾ കൊല്ലൂരൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ ഉള്ളിൽ നിന്നും പൂജിച്ച് വാങ്ങിക്കുന്ന കുങ്കുമം, അതും നല്ല റെമഡിയാണ്. ഭഗവാന്റെ ഭസ്മം. പക്ഷെ കുറച്ചും കൂടി ഈ ബ്ലാക്ക് കളറ് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കരിയും കൊണ്ടാണല്ലോ കുത്തുമൊക്കെ ഇടുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ. ഇനി നിങ്ങൾക്ക് വേറെ ഒരു മെത്തേഡ്സ് എന്ന് പറയണത്, പ്രൊട്ടക്ഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ബാംഗിൾസോ അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് കൊണ്ടുള്ള ബ്രേസ്ലെറ്റ്സുകൾ, ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കാണാൻ സാധിക്കും. 7 ചക്ര ഹീലിങ്സിനുള്ള ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റുകളൊക്കെ അവൈലബിൾ ആണ്. പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കരിങ്ങാലിയുടെ മാല, അങ്ങനെയുള്ള സ്ഫടികത്തിൻ്റെ മാല, അതിപ്പോൾ എല്ലാവർക്കും എല്ലാം യോജിക്കണമെന്നില്ല. പക്ഷെ പൊതുവിൽ ഈ നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഈ സാധനങ്ങൾ വലിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ കരിങ്ങാലി മാലയൊക്കെ എല്ലാവർക്കും അത് സ്യൂട്ടബിൾ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ, അല്ലെങ്കിൽ ട്രൈമെറ്റൽ ബാംഗിൾസ്. ഇപ്പോൾ ട്രൈമെറ്റൽ ബാംഗിൾസിൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് കണ്ടോ, ട്രൈമെറ്റൽ ബാംഗിൾസ് ആണ്. 3 മെറ്റൽസ് ഉണ്ടാവും. അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ, ഗോൾഡ്, കോപ്പറിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലോവർ മെറ്റൽസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ഉള്ള സാധനമല്ല. അപ്പോൾ അങ്ങനെയുള്ള ബാംഗിൾസുകളൊക്കെ നമ്മൾ ശരീരത്തിൽ വെക്കാം. പക്ഷെ ഇങ്ങനെ ഈ ബ്രേസ്ലെറ്റുകളും ഇങ്ങനത്തെ ബാംഗിൾസ് ഒക്കെ ധരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയ്ക്ക് നിങ്ങളത് ഊരിയിട്ട് അത് ക്ലെൻസ് ചെയ്യണം. അതായത് ഒന്ന് ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് അത് കുറച്ചൊന്ന് മന്ത്ര ചാൻറ്റിങ്സുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും മന്ത്രസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചാൻറ്റ് ചെയ്ത് അതൊന്നും കൂടി എനർജൈസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി എനർജൈസ് ചെയ്തിട്ട് വേണം ഇടയ്ക്ക് ധരിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കരുത്. കാരണം ഈ ബാംഗിൾസ് ആണ് എനർജീസ് അട്രാക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലോട്ട് വരാണ്ട് ഇവരാണ് ആ എനർജീസ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ എനർജീസ് അതിൽ നിന്ന് റിലീസ് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട് തുടക്കുകയാണ്, ആ തുടക്കണ തുണി
വൃത്തിയാക്കാണ്ട് തുടച്ചുകൊണ്ടിരുന്ന വീട് പിന്നെ അഴുക്കാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ തുണി എന്ത് ചെയ്യണം, സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീട് തുടക്കണം. അപ്പോൾ അതേ ടെക്നിക്സ് തന്നെയാണ് അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ പാദസരം ധരിക്കാൻ ശ്രമിക്കുക. നല്ല വെള്ളിയിലുള്ള പാദസരം ധരിക്കുക. സാധിക്കുമെങ്കിൽ വെള്ളിയുടെ അരഞ്ഞാണവും ധരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളിയുടെ ആഭരണങ്ങൾ ലേഡീസ് പ്രത്യേകിച്ചും നല്ലതായിരിക്കും. അവർ ഗ്രൗണ്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഈ അൺവാണ്ടഡ് എനർജീസ്, അതുപോലെ ഗോൾഡിൻ്റെ വള ധരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഗോൾഡ് ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എനർജീസ്, അൺവാണ്ടഡ് എനർജീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.